ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു 3 DVD പ്ലെയർ നന്നാക്കാൻ പോകാമെന്ന് കാണിക്കുന്നു. പക്ഷേ 2 ഞാൻ നന്നാക്കി വെച്ചതാണ്. ബ്ലൂറേ പ്ലെയറാണ്, സോണിയുടെ ബ്ലൂറേ പ്ലെയർ. ഇതിൻ്റെ ഇത് പവർ സപ്ലൈ ബോർഡ് പോയായിരുന്നു, പവർ സപ്ലൈ പോയിട്ട് ആംപ്ലിഫയർ ബോർഡ് പോയായിരുന്നു. ഇതാണ് അത് ഞാൻ പുതിയത് മാറ്റി വെച്ചു. ഒരു ആംപ്ലിഫയർ ബോർഡ് ഞാൻ നന്നാക്കിയെടുത്തു. 2 സെറ്റ് ഓൾറെഡി റെഡി ആയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇന്ന് വന്ന സെറ്റാണത്. ഇന്ന് വന്ന സെറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ അത് നല്ല ഭംഗിയായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഈ 3 സെറ്റിൽ ഏറ്റവും വൃത്തിയായിട്ടിരിക്കുന്ന ഈ സെറ്റ് തന്നെയാണ്. എന്നാലും ചെറിയ പാടൊക്കെ ഉണ്ട്. അത് പാരമ്പര്യമായിട്ട് ഈ സോണി ഇവിടെ ഒരു നീല കളർ അടിക്കുന്നുണ്ട്. ആ കളർ ഇങ്ങനെ പോകും. ഈ സെറ്റിൻ്റെ നല്ലപോലെ പോയി, ഈ സെറ്റിൻ്റെ കുറച്ച് പോയി. എന്നാൽ ഒട്ടും തന്നെ ചെറിയ പാടൊക്കെ പിടിച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഈ സെറ്റിൻ്റെ ചെറുതായിട്ടൊക്കെ പാടൊക്കെ പിടിച്ച് തുടങ്ങിയതേ ഉള്ളൂ പോകാൻ. എന്നാണെങ്കിലും കാണുമ്പോൾ നല്ല ഭംഗിയാണ്. മയിലിൻ്റെ പോലെ ഒരു നീല കളർ അടിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. അത് ചെറുതായിട്ട് പോയി തുടങ്ങി. ഇതിൻ്റെയൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ തീർന്ന സെറ്റിനെ ഞങ്ങൾ പാക്ക് ചെയ്ത് മാറ്റുകയാണ്. അതുകൊണ്ടാണ് ഒന്നുകൂടെ കാണിച്ചത് ഫിനിഷായത്. അപ്പോൾ ഇന്ന് വന്ന സെറ്റ് നമ്മളിന്ന് പണിയാൻ പോവാണ്. അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്ലൂടൂത്ത് വർക്ക് ചെയ്യുന്നില്ല, പിന്നെ അതിൻ്റെ റിമോട്ട് പിടിക്കുന്നില്ല. അതാണ് മെയിൻ കംപ്ലയിൻറ്റ്. ഇമ്പോർട്ട് ചെയ്ത് വന്നതാണ്. ഇത് രണ്ടും ഇന്ത്യയിൽ നിന്ന് മേടിച്ചാന്ന് തോന്നുന്നു. ആ പിന്നെ കാണുമ്പോൾ നമുക്കറിയാം. UK എന്നൊക്കെ അല്ലെ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്ന സെറ്റാണെങ്കിൽ ഇതുപോലത്തെ പിന്നാണ് വരുന്നത്. ഇതറിയാമല്ലോ, ഈ ഫ്യൂസൊക്കെ ഉള്ള ടൈപ്പ്. ഇൻ്റർനാഷണൽ UK ഇതിൻ്റെ നിയമമാണ് അത് കുട്ടി വേണമെന്ന്. ഏക്കാളും പാനൽ പളയുന്ന ആ സെറ്റയിലിട്ട് ചെയ്തേക്കാം. കസ്റ്റമർ നല്ലപോലെ ഇതുണ്ടോ, അടിയിൽ 4 ബുഷൊക്കെ പുള്ളി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ലതാണ്. കമ്പനി പോലെ ഒരു ബുഷ് പിടിപ്പിച്ചിട്ടില്ല. കമ്പനി കുഞ്ഞ് ബുഷാണ് വെച്ചിരിക്കുന്നത്. ആ ബുഷ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇത് ഡബിൾ സ്റ്റിക്കറുള്ളതാണ്. അത് ഒട്ടിച്ചാൽ മതിയായിരുന്നു, ഒട്ടിന്നോളും. പക്ഷേ അത് ഒട്ടിക്കാതെ ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ചാണ് വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ല. അപ്പോൾ ഈ സെറ്റ് നമുക്ക് അഴിക്കാം. ഇത് പോറലൊന്നും വരലില്ലല്ലോ, നമ്മളായിട്ടൊരു പോറൽ വരുത്താൻ പാടില്ലല്ലോ. ഉള്ള പോറലൊക്കെ നമുക്ക് മാറ്റാനും പറ്റിയല്ലോ. എന്നാണേലും നമുക്കൊരു അപ്രിസിയേറ്റ് ചെയ്യേണ്ട കസ്റ്റമറാണ്. നല്ല രീതിയിൽ ഒരുവിധം നല്ല വൃത്തിയായിട്ട് തന്നെ ആ സെറ്റ് സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ റിമോട്ടൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. റിമോട്ടൊക്കെ പുത്തൻ പോലെ, കവറിട്ട് ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം, നല്ല പുത്തൻ പോലെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. റിമോട്ട് പിടിക്കുന്നില്ലെന്നുള്ളതാണ് കംപ്ലൈൻറ്റ്. ഇതാണ് അതിൻ്റെ റിമോട്ട്. നല്ല പുത്തൻ വിൽക്കാതിരിക്കുന്ന റിമോട്ട് പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്നാണ് സെറ്റ് നമുക്ക് അഴിക്കാം. അത് ഇച്ചിരി ടൈറ്റാണ്, ഇതുവരെ തുറക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് മനസ്സിലായല്ലോ. മിഷൻ മാത്രം പോരാ, മനുഷ്യനും വേണം. ഏത് തുറക്കാത്ത സാധനവും നമ്മൾ കൈ വെച്ച് തുറന്നു കഴിഞ്ഞ് പോരും. ഈ 6000 വരുന്നൂറെന്ന് പറഞ്ഞ മോഡലാണിത്. BDV ഈ 6000 വരുന്നൂറ്. ഈ കണ്ട 3 സെറ്റും 3 മോഡലാണ്. പക്ഷേ കാണുമ്പോൾ എല്ലാം ഒന്ന് പോലെ ഇരിക്കും. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എൻ്റെ ആംപ്ലിഫയർ ICക്കും മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ ചില ഫീച്ചേഴ്സിനും വ്യത്യാസമുണ്ട്, പവർ വ്യത്യാസമുണ്ട്. ഇത് 1000 വാട്ട്സ് ആണെങ്കിൽ മറ്റേത് 800 വാട്ട്സ്, അങ്ങനെയൊക്കെ ഉള്ള IC മാറുന്നതനുസരിച്ച് വ്യത്യാസം വരും. ആ കോയിലും കപ്പാസിറ്ററിനും ഒക്കെ മാറ്റം വരും. അങ്ങനെയൊക്കെയാണ് കമ്പനി ചെയ്യുന്നത്. അപ്പോൾ പവർ സപ്ലൈക്കും ചെറിയ ആംപിയർ വ്യത്യാസം വരും. ഇത് നല്ല മോഡലാണ്. ഇത് ഏറ്റവും പവർ കൂടിയ നല്ല ഇൻ്റർനാഷണൽ മോഡലാണ്. അപ്പോൾ നമുക്കവനെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി എടുക്കണമല്ലോ. അതിനുള്ള വഴിയാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത്. ഒരു പാത്രം കഴിഞ്ഞെടുത്ത സ്ക്രൂടെ നമ്മൾ പുറകോട്ട് വലിക്കുകയാണ്. ഈ ടൈപ്പ് ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്, ഭയങ്കര ഡിസൈനാണ്. അതുകൊണ്ട് മറ്റേതുപോലെ ചുമ്മാ കവർ കയറ്റി ഇടാൻ പറ്റത്തില്ല. 1000 വാട്ട്സിൻ്റെ ബോർഡ് തന്നെ ഇരിക്കുന്നത്, ഒന്നും കുഴപ്പമില്ല.
കുഴപ്പമില്ലാത്തൊന്നും പൊടിയും കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് തന്നെയാണ് സാധനങ്ങളിരിക്കുന്നത്. ഇതിൻ്റെ കവർ അഴിക്കണം. ഈ ഫ്രണ്ട് പാനൽ അഴിക്കണം. ഈ ഫ്രണ്ട് പാനലിലാണ് റിമോട്ട് സെൻസറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് പാനൽ അഴിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഇച്ചിരി ടാസ്ക്കാണ്. ഇത് മൊത്തം ഈ ലോക്ക് സിസ്റ്റമാണ്. ലോക്ക് എടുക്കുന്ന സാധനങ്ങളും എൻ്റെ അടപ്പ് എടുത്ത് പാത്രത്തിൽ ഇടണേ. ലോക്ക് എടുത്തു കഴിഞ്ഞാൽ അതും വൃത്തിയായിട്ട് പോരും. എടുത്ത് കളഞ്ഞു. അതിനകത്ത് വണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാം. ഫ്രണ്ട് എടുക്കണം. അപ്പോൾ ആ സാധനം എടുത്ത് മാറ്റിയില്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഞാൻ റിലീസ് ചെയ്ത് വാരത്തിൽ, അതുകൊണ്ടാണ് അത് ചെയ്തത്. ഇത് ഒത്തിരി വർഷം പഴക്കമുള്ള സെറ്റാണ് കേട്ടോ. എൻ്റെ ഈ റബ്ബർ പാർട്സ് എല്ലാം ഏകദേശം ചിലദ്രവിച്ചിട്ടുണ്ട്. കാരണം അനങ്ങാതെ ഇരിക്കുമല്ലേ, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമുക്കിവിടെ അടുത്ത ലോക്കുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ലോക്ക് സിസ്റ്റം ഇതിനകത്തുമുണ്ട്. ആ ലോക്ക് സിസ്റ്റം കൂടെ എടുക്കണം. പിന്നെ നമ്മൾ ശരിക്കും ഇതിൻ്റെ ഫ്രണ്ട് പാനലാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്കുള്ള സ്ട്രിപ്പെല്ലാം ഊരി വിടണം. സ്ട്രിപ്പെല്ലാം ഊരി വിട്ട് അവനെ റിലീസ് ചെയ്തെടുക്കണം. 2 സ്ട്രിപ്പുണ്ട് അതിന്. ഒന്ന് അതിൻ്റെ കൺട്രോളിൻ്റെ സ്വിച്ച്, പിന്നെ ഒരു സ്ട്രിപ്പുള്ളത് USB-യിലാണ്. അതിവിടെയാണ് വരുന്നത്. അതിനെ നമ്മൾ ഊരി വിടുവാണ്. അത് മൊത്തം 3, 4 ഇവിടെ ഒരെണ്ണോടെ ഉണ്ട്. 4 സ്ട്രിപ്പുണ്ട്. 4 സ്ട്രിപ്പ് എടുത്തു. ലോക്കും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഒന്ന് തള്ളിയെടുക്കാം. അതിൻ്റെ ഇവിടെ ഒരു ലോക്ക് ഇതുണ്ട്. ഇത്രേ ഉള്ളൂ. ഞാൻ പോകും. ഈ ഫ്രണ്ട് കവറയിൽ NFC മാത്രമേ ഉള്ളൂ. ഇതുണ്ട്, എൻ്റെ റബ്ബറൊക്കെ കുഴപ്പമാണ്. ഇത് ബ്ലൂടൂത്തിൻ്റെ ഫ്രണ്ട് മാറ്റി വെച്ചു. റബ്ബറൊക്കെ ദ്രവിച്ച് തുടങ്ങി. ഇത് ബ്ലൂടൂത്തിൻ്റെ ഇത് ഡിസ്പ്ലേ, ഇത് സ്വിച്ചുകളല്ല, ഇതിലുണ്ട്. അതിനൊന്ന് കുത്തിയേക്കോ. ഇത് ഫ്രണ്ട് പാനൽ ബോർഡാണ്.
എന്താ കംപ്ലൈൻ്റ് എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈവായിട്ട് കാഴ്ചയിൽ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ വീഡിയോ വെക്കാം. ഞാൻ ഇവിടെ ഒരു സെറ്റ് ഇരിപ്പുണ്ട്, ഫ്രണ്ടൊക്കെ വർക്ക് ചെയ്യുന്ന എൻ്റെ ആ സെറ്റ് ഞാൻ എടുത്ത് എൻ്റെ സെറ്റാണ്. ഈ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ എടുക്കുന്നതാണ്, ചെക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ ഈ ഫ്രണ്ട് വർക്കാവുമെന്ന് ഞാൻ ഇതേ കുത്തി ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാം. റിമോട്ട് പിടിക്കുവാന്ന് ഈ സെറ്റയിലോട്ട് കുത്തി സ്ട്രിപ്പെല്ലാം കുഴപ്പമായി. ഏത് നേരവും എല്ലാ ചെക്കിങ്ങിനൊക്കെ എടുത്തെടുത്തേ ഒരു കാലം പ്രശ്നത്തിലാണ്. ഇനി ഇതുപോലെ സ്ട്രിപ്പ് മേടിക്കാൻ കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യണമല്ലോ. അല്ല നമുക്ക് മറ്റേ എടുത്തിടാം. ഒക്കെ കുത്തി ബ്ലൂടൂത്ത് വർക്ക് ചെയ്യാത്തതുകൊണ്ടേ ഇച്ചിരി ബോഡി ചിലപ്പോൾ മാറ്റേണ്ടി വരും. അതിൻ്റെ അല്ല ഇതാണ് കൊടുത്തത്. ആ കണ്ടല്ലോ, ഈ സെറ്റ് ഓൺ ആക്കുമ്പോൾ ആ സെറ്റേക്ക് ഹലോ വന്നു. ഈ സെറ്റാണ് നമ്മൾ കറണ്ടുമായിട്ട് കണക്ഷൻ കൊടുത്ത് വെച്ചേക്കുന്നത്. ഡിസ്പ്ലേ മാത്രം നമുക്ക് കാണാൻ. ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് തന്നെ ആണോ എന്ന് ആദ്യം നമ്മൾ കംപ്ലൈൻറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണമല്ലോ ശരിയാക്കാൻ. അതുകൊണ്ട് ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് തന്നെ ആണോ എന്നറിയാൻ വേണ്ടി ആ സെറ്റിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നമ്മൾ ഈ സെറ്റ് കുത്തി ഇനി ആ റിമോട്ടിൽ ഓണാക്കാൻ പോവാം. റിമോട്ടിൽ ഓണാക്കുമ്പോൾ ഓണായി. ആ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ തന്നെയാണ് കംപ്ലൈൻറ്റ്. സെറ്റ് ഓണായി. ഇപ്പോൾ ഇജക്റ്റ് ഉണ്ടല്ലോ, ഇജക്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ ഇജക്റ്റ് ആവും. ഇത് കേട്ടോ, ഇവിടെ ഇജക്റ്റ് ആവും. ഇവിടുത്തെ സെറ്റ് ഇജക്റ്റ് ആവും. വേണ്ട, കൺട്രോളായി. പിന്നെ വോളിയം കണ്ടോ, വോളിയം കൺട്രോൾ ആകുന്നുണ്ട്. അപ്പം ഈ ബോർഡ് തന്നെയാണ് കംപ്ലൈൻ്റ് എന്ന് നമുക്ക് മനസ്സിലായി. ഈ ബോർഡാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഈ ബോർഡ് കംപ്ലൈൻറ്റ് കാണാനാണ് ബ്ലൂടൂത്ത് കിട്ടാത്തതും റിമോട്ട് പിടിക്കാത്തതും എല്ലാം. കാരണം ആ ബോർഡ് മാത്രമേ ഉള്ളൂ ഈ സെറ്റ് ഇപ്പോൾ എടുത്ത് വെച്ചോളൂ. ഇതുകൊണ്ട് വോളിയം കൂടുന്നുണ്ട്. ഇതുകൊണ്ട് സെറ്റ് ഇജക്റ്റും ആവും. കണ്ടോ, ഇജക്റ്റ് ആകുന്നുണ്ട്. ടിഷ്യൂ തിരിച്ച് കയറിയും പോവും. നോ പ്രോബ്ലം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്റ്റാൻഡ് ബൈ ആയി. റിമോട്ടാണ് ഞാൻ സ്റ്റാൻഡ് ബൈ ചെയ്ത്. വീണ്ടും ഞാൻ റിമോട്ടിൽ ഓണാക്കുന്നു. DVD എന്ന് വന്നു. അപ്പോൾ ഈ ബോർഡിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതാണ് ഇനി നോക്കേണ്ടത്. നമുക്ക് ആദ്യമായിട്ട് ഈ സെൻസർ ഒന്ന് മാറി നോക്കാം. റിമോട്ട് സെൻസർ ചൂടായില്ല. ഇത് നമ്മൾ സെൻസർ അഴിച്ചെടുക്കുകയാണ്.
വലിച്ചെറിഞ്ഞ് പോന്നു. ആ സെയിം സെൻസർ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ഫിറ്റിംഗ് ഇച്ചിരി മാറ്റം ഉണ്ടെന്നുള്ളൂ, ഫിറ്റിംഗ്. അപ്പോൾ ഇത് ഫുൾ നേരെ ഫിറ്റ് ചെയ്യുന്നു. അതിപ്പോൾ അതേന്ന് അഴിച്ചത് അതുപോലെ ഫിറ്റ് ചെയ്യണം. തിരിഞ്ഞു പോയിരിക്കാനാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഫ്യൂസർ വേണം, ഒരു കത്തി വേണം. അപ്പോൾ ഇതിങ്ങനെയാണ്, ഇത് കണ്ട ഇങ്ങനെയാണ് ആ സെൻസർ വരുന്നത്. സെയിം തന്നെയാണ്. അപ്പോൾ തൽക്കാലം ഞാൻ വർക്ക് ചെയ്യുമെന്ന് പറയാം. സെൻസർ ആണെങ്കിലല്ലേ മാറിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് അങ്ങനെ തന്നെ ഇട്ട് നോക്കാം. ഓക്കെ ആണെങ്കിൽ നമ്മൾ അഴിച്ച് കണക്ട് ചെയ്യും, അതിൻ്റെ തകടിലാക്കും. ഓരോ ഫിറ്റിങ്ങിൻ്റെ സൗകര്യം അനുസരിച്ച് പല സൈസ് ഫിറ്റിങ്സ് അതിനകത്ത് സെൻസർ ഫിറ്റ് ചെയ്ത് ഇത് പുതിയ മോഡലിൻ്റെ ഫിറ്റിംഗാണ്. അപ്പോൾ നമ്മൾ സെൻസർ ഇട്ടു, സെയിം തന്നെയാണ്. ഇനി ഇത് കുത്തി നോക്കണം. കുത്തി നോക്കാം. സപ്ലൈ ഊരിയല്ലേ? സപ്ലൈ ഇതിൻ്റെ അതിൻ്റെ ഊരിയിട്ടുണ്ട്, പഴയതിൻ്റെ അല്ല പുതിയതിൻ്റെ. അത് സർവീസ് ചെയ്യുന്നുണ്ട്. വേറെ എൻ്റെ കുത്തിയിരിക്കുന്നു ഒന്നുമില്ല, അപ്പറേ ഉണ്ടെങ്കിലേ ഉള്ളൂ, ആ ഇല്ല ഇവിടെ കാണത്തില്ല. ആ അപ്പോൾ നമ്മൾ കുത്തിക്കും. നീ കുത്തിക്കും. ആ അത് തന്നെ. വന്നില്ല, സപ്ലൈ വന്നില്ല. അത് ഇച്ചിരി ഇറക്കി കുത്തിയാൽ ലൂസുണ്ട്. അല്ല നോക്കി താഴോട്ട് വരുമ്പോൾ
വേണ്ട ആവശ്യമില്ല, മാറ്റി ഊരി മാറ്റി. നമ്മൾ ബ്ലൂറേയുടെ ബോർഡ്, അത് സെപ്പറേറ്റ് ബോർഡാണ്, അത് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ബോർഡ് നമ്മൾ റിപ്പയർ ചെയ്തെടുത്തു, പോയ സാധനം നമ്മൾ മാറി റിപ്പയർ ചെയ്തെടുത്തേ, അറിയാമല്ലോ. അത് നമ്മൾ റിപ്പയർ ചെയ്തു. ഇനി വർക്ക് ചെയ്യുമെന്ന് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ സ്റ്റോപ്പ് ചെയ്തു. ഇതുപോലെ ലോക്ക് സിസ്റ്റം ഉള്ള ഒരു ഡിസൈൻ എന്നാണേലും സോണിയുടെ എഞ്ചിനീയർമാർ നല്ലപോലെ തല പോച്ചിട്ടുണ്ട്, നല്ലപോലെ. പക്ഷെ അതിൻ്റെ ഒരു ഭംഗിയുണ്ട് കേട്ടോ, സാധനം കാണാനും. എൻ്റെ ഇതേ ഡിസൈനിങ്ങിനാണ് അന്നത്തെ ഓഡിയോ TV വരെ AW212M83 എന്ന് പറഞ്ഞാൽ നമ്മുടെ TV വരെ ഇതേ ഡിസൈനായിരുന്നു, ഡയമണ്ട് കട്ട്. ഞങ്ങൾ സ്പീക്കർ മാറിയത് കാണിച്ചില്ലേ, അത് ഡയമണ്ട് കട്ടാ. സ്പീക്കറിന് 1 ഇഞ്ച് വണ്ണം കൂടാൻ പറ്റിയല്ല, ആ ഒറിജിനൽ സാധനം തന്നെ അവിടെ ഇടാൻ പറ്റത്തുള്ളൂ. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിപ്പോൾ ഇത് അതുകൂട്ട് തന്നെ ഡിസൈനാണ്, തന്നെ ഡിസൈനാണ്. ഈ ഡിസൈൻ കുറേ നാൾ തുടർന്നു, കുഴപ്പമില്ല, നല്ല ഡിസൈനാണ്. രണ്ട് വയറുകളുണ്ട്, ബ്ലൂടൂത്തിൻ്റെ പെൻഡ്രൈവിൻ്റെ വയറുകളാണ്. ഒന്ന് ഇത് പെൻഡ്രൈവിൻ്റെ, ഇത് ബ്ലൂടൂത്തിൻ്റെ ബോർഡ് നമ്മൾ റീപ്ലേസ് ചെയ്തു. പുതിയ ബോർഡുണ്ട്, അത് അവൈലബിളാണ്. അതുകൊണ്ടാണ് ബ്ലൂടൂത്ത് ഓണാകാത്ത വരാത്തത്. റിമോട്ട് പിടിക്കാതിരുന്ന സെൻസർ മാറി, ആ ബോർഡ് മാറേണ്ട കേസാണ്. നമ്മൾ സെൻസർ മാറി എടുത്തപ്പം റേറ്റ് കുറഞ്ഞിരിക്കും, എനിക്ക് കഷ്ടപ്പാട് കൂടിയിരിക്കും. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ആ സ്പെയർ എല്ലാം അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ അതെല്ലാം മേടിച്ച് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട്. ഇത് കണ്ടോ, ഡിസൈൻ ചെയ്തിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ വരെ താഴോട്ടാണ് വെച്ചിരിക്കുന്നത്, മനസ്സിലായോ? ഇങ്ങനെ താഴോട്ട് ഇങ്ങനെയാണ് അതിൻ്റെ, നേരെ മേളിലേക്കും അല്ല ചെരിഞ്ഞും അല്ല, ഇങ്ങനെ താഴേക്കാണ് എൻ്റെ ഡിസ്പ്ലേ. സ്റ്റാൻഡ് ബൈ. ഇനി നമ്മൾ ഓണാക്കുവാണ്. പവർ നമ്മുടെ റിമോട്ടിലാണ് ഓണാക്കി, കണ്ടല്ലോ, കസ്റ്റമറുടെ റിമോട്ടിൽ തന്നെ. ഇനി കണ്ടോ, ഓളയും കൂടുന്നുണ്ടല്ലോ, ഓളയും കൂടുന്നു, ഓളയും കുറയ്ക്കുന്നു. ഇനി ഇജക്റ്റ് നോക്കാം. അണ്ട ഇജക്റ്റ് റെഡി. ഓക്കെ, ഇജക്റ്റും ആയി. അപ്പം റിമോട്ട് വർക്കിംഗ് ആയി. ഇനി ബ്ലൂടൂത്ത്, ആ ഫോണിങ് എടുത്തേ, ബ്ലൂടൂത്ത് വർക്കാവും നോക്കട്ടെ. ബ്ലൂടൂത്തിലേക്ക് ഇട്ടു. ബ്ലൂടൂത്ത് റെഡിയായി. ഇനി ബ്ലൂടൂത്ത് റെഡി. എൻ്റെ ഫോണ് ബ്ലൂടൂത്ത് ഓണ്. ഇത് ഏതാ, സെർച്ചിൽ ഡിവൈസ്, ഇത് ഒരിക്കലും നമ്മൾ ഈ സെറ്റ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ശരിക്കും ചിലപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണെങ്കിൽ പിന്നെ അത് ബ്ലൂറേ, ഇതല്ലേ കിടക്കുന്നു, ബ്ലൂറേ പ്ലെയർ, ബ്ലൂടൂത്ത്, ഫോർഗറ്റ് ഡിവൈസ്, ബ്ലൂറേ പ്ലെയർ. ബ്ലൂറേ പ്ലെയർ. ചേട്ടത്തി ഡോറ് തള്ളുന്നുണ്ട്, ഞാൻ ചെല്ലാവേ. ഹായ്, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ, പണിയാതെ കൊണ്ടുവന്നാൽ, തൊടാതെ കൊണ്ടുവന്നാൽ റെഡിയാക്കി തരാം. കാരണം പ്രത്യേകിച്ച് ഈ സാധനങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള നിസ്സാരമായ കാര്യങ്ങളാണ് പലതിനും ഉണ്ടാകും.
പിന്നെ മെയിൻ ഐ സി അടിച്ചു പോകുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ അപൂർവമായിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ബ്ലൂറ കൊണ്ടുവന്നു, സെറ്റ് റെഡിയായി, ഇനി പാക്ക് ചെയ്താൽ മതി. ഏതായാലും ആ കസ്റ്റമർ പോലും വിചാരിക്കാതെ ഇത്രയും പെട്ടെന്ന് ഞാൻ റെഡിയായി കൊടുക്കുന്നു. കസ്റ്റമർ ഇപ്പം തിരിച്ച് വീട്ടിൽ പോലും എത്തിക്കാണിയാൽ അതിന് മുമ്പ് സെറ്റ് റെഡിയായി. മനസ്സിലായോ? ഇതിൻ്റെ യഥാർത്ഥ ഓണർ സൗദിയിലാണ്. പുള്ളിയുടെ വൈഫാണ് ഇവിടെ കൊണ്ടുവന്ന് തന്നത്. പാവം ഒരു ബൈക്കിൽ വളരെ ദൂരത്തുനിന്ന്, കുറച്ച് നല്ല ദൂരത്തുനിന്നാണ് കൊണ്ടുവന്ന് തന്നത്. ബൈക്കിൽ ഇവിടെ കൊണ്ടുവന്ന് തന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ആള്. പുള്ളി കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ സാധനത്തിനോടുള്ള ആ വില, അതായത് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ പൈസയോടുള്ള വില, ആ സാധനം വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ച്, എന്നാണെങ്കിലും ഭാര്യയും നല്ല ഭാര്യയാണ്, നല്ലപോലെ വൃത്തിയായിട്ട് സൂക്ഷിച്ച് വളരെ ഇതായിട്ടാണ് കൊണ്ടുവന്നത്. ഞങ്ങൾക്കും അത് തൊടാൻ പോലും തോന്നുന്നില്ലായിരുന്നു, അത്ര വൃത്തിയായിട്ടാണ് ആ സെറ്റ് വന്നത്. പൊടി പോലും പിടിപ്പിക്കാതെ, ഈ സർവീസ് സെൻറ്ററിൽ വെച്ച് പൊടി പോലും പിടിപ്പിക്കാതെ ഇന്ന് തന്നെ നന്നാക്കി. ഇന്ന് തന്നെ ഞാൻ ബില്ലിട്ട് വിളിച്ചു പറയും, ഇന്ന് വന്നു കൊണ്ടുപോയാൽ ഇന്ന് കൊടുക്കും, നാളെ വന്നാൽ നാളെ. അത്ര ഫാസ്റ്റായിട്ട് നമ്മൾ സർവീസ് ചെയ്ത് തരികയാണ്. കാരണം ആ സെറ്റിന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന, ഈ സബ്സ്ക്രൈബർ കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ ഓണർ കൊടുത്തിരിക്കുന്ന ഒരു വില ഞാനും വില വെച്ചിരിക്കുന്നു. അപ്പോൾ സെറ്റ് റെഡിയായി, ഇനി പാക്ക് ചെയ്ത് കാണിക്കാം. ബ്ലൂടൂത്ത് കിട്ടുന്നുണ്ട്, റിമോട്ട് റെഡിയായി. ഇനി കവർ ഇട്ടാൽ പാക്ക് ചെയ്താൽ മാത്രം മതി. സി ഡി നേരത്തെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, സി ഡിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫ്രണ്ട് ഇടുക. നല്ല സ്ക്രൂകളൊക്കെ ഇട്ടു. ഈ ഫ്രണ്ട് ഇടണം. ഫ്രണ്ടിനൊരു സ്ട്രിപ്പുണ്ട്. സ്ട്രിപ്പ് ഇത് NFC എന്ന് പറഞ്ഞൊരു ബ്ലൂടൂത്ത് തന്നെ പോലെയുള്ളൊരു സാധനമാണ്. NFC നിങ്ങൾ കണ്ടിട്ട് കാണും, പല മൊബൈലിലും ഉണ്ട്. ഇപ്പം പിന്നെ അതിൻ്റെ പ്രചാരം കുറഞ്ഞു പോയി, ആരും തന്നെ ഉപയോഗിക്കാതെ. ഇത് സോണി കണ്ടുപിടിച്ചൊരു സാധനമാണ് NFC, നിയറസ്റ്റ് ഫീൽഡ് കണക്ഷൻ എന്നാണ്. ഇതുണ്ട് ഇതിൻ്റെ സിമ്പിൾ ഇതുകൊണ്ട് ബ്ലൂടൂത്തിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിൻ്റെ സിമ്പിൾ നോക്കിയിട്ട് ഇങ്ങനെ ഇതാണ് അതിൻ്റെ സിമ്പിൾ, ഈ കാണുന്ന NFC, നിയറസ്റ്റ് ഫീൽഡ് കണക്ഷൻ. നമുക്ക് ഒരു സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ വൈബ് ചെയ്താൽ മതി. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ വൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണക്ഷൻ ആകുന്ന വളരെ നല്ലൊരു സംഭവമായിരുന്നു. പിന്നെ അതെന്നാണെങ്കിലും ഇപ്പം അതത്ര പ്രചാരത്തിലില്ല. എന്നാലും നമുക്കിതിനുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ കളയാൻ പാടില്ലല്ലോ. ആ ഫെസിലിറ്റി അതേപടി അതിൻ്റെ ലോക്കൊക്കെ അതേപടിയിട്ട് ഈ സെറ്റ് എങ്ങനെ ഇരുന്നോ അങ്ങനെ തന്നെ ഞാൻ പാക്ക് ചെയ്യുകയാണ്. NFC റെഡി, ബ്ലൂടൂത്ത് റെഡി, പെൻഡ്രൈവ് റെഡി. ബ്ലൂടൂത്ത് ഞാനിപ്പോൾ പാടിച്ച് നോക്കി, ഓക്കെയാണ്. ലോക്കെല്ലാം പക്ക വീണു. ഇവിടുത്തെ ലോക്കും വീണു. 1 2 3 ലോക്ക്, 1 2 3 ലോക്ക്, 1 2 3 4 ലോക്ക്, എല്ലാം റെഡി. ഇനി ഇതിൻ്റെ ഒരു പെൻഡ്രൈവ് കൂടെ ഒന്ന് നോക്കിയേക്കാം. പെൻഡ്രൈവ് എനിക്കൊരു ആഗ്രഹം. ഒരു പെൻഡ്രൈവ് പെൻഡ്രൈവ് ഞാൻ ചെക്ക് ചെയ്തില്ല. പെൻഡ്രൈവ് കുത്തുന്നു. പെൻഡ്രൈവ് കുത്തി. ഇനിയിപ്പോൾ ഇത് ഓണാണല്ലോ, ഓണായി വരുന്നുള്ളൂ. ഹലോ കിടക്കുന്നുള്ളൂ. ഇതിൻ്റെ ഡിസൈൻ കണ്ടോ, ഇങ്ങനെ ചെരിച്ചാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴോട്ടോ നമുക്ക് റിമോട്ടിൽ തന്നെ ഓൺ ചെയ്യാം. റിമോട്ടിൽ തന്നെ നമ്മൾ ഓൺ ചെയ്ത് ബ്ലൂടൂത്തിലാണ് കിടക്കുന്നത്. ബ്ലൂടൂത്ത് റെഡിയാണ്. ബ്ലൂടൂത്ത് എൻ്റെ ഫോണുമായിട്ട് റെഡിയാണ് ബ്ലൂടൂത്ത്. ഇനി നമ്മൾ പെൻഡ്രൈവിലേക്ക് മാറുകയാണ്. പെൻഡ്രൈവ് ബ്ലൂടൂത്ത് ഇവിടെ ഫങ്ഷൻ എന്നുണ്ട്. ബ്ലൂടൂത്ത്, ഓഡിയോ, DVD, USB റീഡായി. ഹോമിൽ വന്നു. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം, ഒരു പാട്ട് വരുമോന്ന്.
ഓളയും മറിച്ചേക്കല്ല ഇപ്പോൾ കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ ബ്ലൂടൂത്തും റെഡിയാണ്, USB റെഡിയാണ്, എല്ലാം റെഡിയാണ്. ഇതിൻ്റെ ഒരു അടപ്പുണ്ട്. ഇതെല്ലാം പഴക്കം കൊണ്ട് ചെറിയതായിട്ടിരിക്കുകയാണ്. കുഞ്ഞടപ്പാണ്. അവനെ നമ്മൾ അടയ്ക്കുകയാണ്. വീണു. USB എടുക്കുമ്പോൾ അതൊക്കെ നല്ല കാലപ്പഴക്കം ഉണ്ട്. റബ്ബർ ആയതുകൊണ്ടാണ്. റബ്ബർ വെച്ചിടാതെ വല്ല പ്ലാസ്റ്റിക്കും വെച്ചിട്ടിരുന്നെങ്കിൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. റബ്ബർ ലോക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ് ഇതിൻ്റെ ഫ്രണ്ട് കവറിലേക്ക് ഇതുണ്ട്. ഇങ്ങനെ ഫ്രണ്ട് കവറിലേക്ക് ഇതിനകത്തൂടെ കയറണം. ഈ 2 ലോക്കാണ്. അത് സൂക്ഷിച്ചൊരുത്തിൽ ഓടിച്ച് കളയും. ഇത് പല സെറ്റിൻ്റെ ഓടിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അത് നമ്മളത് അതിനകത്ത് കയറ്റി ആ ലോക്ക് എടുത്തതിന് ശേഷം ആ സ്പ്രിങ് അവിടെ ഇട്ടതിന് ശേഷം വേണം അത് നമുക്ക് ഇടാൻ പാടില്ല. ആ 2 സ്പ്രിങ്ങും കിടന്നുകൊണ്ട് തന്നെ വേണം ഇടാൻ. ലോക്കെല്ലാം വീണു. ഇനി സ്ക്രൂ ഇട്ടോളൂ. സ്ക്രൂ ഇട്ടു ഞാൻ മടുത്ത പണിയാതെ തൊടാതെ കിട്ടുന്ന സെറ്റുകളാണെങ്കിൽ നിസ്സാരമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ബാക്ക് സൈഡിലും അടി സൈഡിലുമാണ് ഇതിൻ്റെ സ്ക്രൂ വരുന്നത്. ആ വയറൊക്കെ മാറ്റിക്കും. ടൂൾസ് എല്ലാം മാറ്റിക്കും. ഈ 4 ബുഷും കൂടെ ഇതിൻ്റെ അടിയിൽ കസ്റ്റമർ വെച്ചിട്ടുണ്ട്. ആ പഴയ ഇൻസുലേഷൻ ടേപ്പ് പൊളിച്ച് കളഞ്ഞ് 4 പുതിയ ഇൻസുലേഷൻ ടേപ്പ് ഇട്ട് ആ ബുഷ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റിൻ്റെ പണി തീർന്നു. ഇനി അത് കഴിഞ്ഞ് ഈ സെറ്റുമായിട്ട് പോയി നമുക്ക് ഇച്ചിരി ചായ കുടിക്കാം. പടപട മുറിക്കൂ, പടപട മുറിക്കൂ, പടപടേന്ന് മുറിക്കൂ. അപ്പോൾ നമ്മുടെ സെറ്റ് റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. സ്ക്രൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത സെറ്റുമായിട്ട് ഉള്ള തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്ക്രൂ ഒക്കെ ഇട്ട് മുറുക്കിയെടുത്തു. റിമോട്ടോയുടെ നമ്മൾ എടുക്കുന്നു, ഓളയും കൊടുക്കുന്നു. റിമോട്ടയിൽ ഓളയും കൊടുത്ത് നോക്കുന്നു. സ്പീക്കർ കുത്തുന്നു. സ്പീക്കർ കുത്തുകയാണ്. സ്പീക്കർ കുത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്ന സെറ്റ് രാവിലെയല്ല, രാവിലെ അല്ല, ഉച്ചയ്ക്ക് തന്ന സെറ്റ് 10 മണിയായ സമയം. സമയം മൊബൈൽ എടുത്ത് എൻ്റെ മൊബൈലിരിക്കും. സമയം നോക്കി. ഉച്ചയ്ക്ക് നമ്മൾ ചോറുണ്ട് കഴിഞ്ഞ് തന്ന സെറ്റാണ്. മൊബൈൽ എന്ത്? അപ്പോൾ പല ആൾക്കാർ ചോദിക്കും ഞങ്ങളുടെ സെറ്റ് അതിന് മുമ്പ് തന്ന സെറ്റ് എന്നാ ശരിയാക്കാത്തതെന്ന്. 4:30 4:26 സമയം. ഉച്ചയ്ക്ക് 1 മണിക്ക് കൊണ്ടുവന്ന സെറ്റാണ്. 2, 3, 4 ശരിക്കും മര്യാദയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഇത്രേ ഉള്ളൂ നന്നാക്കെന്ന് പറഞ്ഞാൽ അറിയാവുന്നവനെ സംബന്ധിച്ച്. പക്ഷെ ഇങ്ങനെ കൊണ്ടുവരികയില്ല, അവിടെയാണ് കുഴപ്പം. ഇന്നിപ്പം 4 സെറ്റ് വന്നിട്ടുണ്ട്. 2 ഹോം തിയേറ്റർ, 2 TV. ഇത് കൂടാതെയാണേ അത് 4 പണി കഴിഞ്ഞതാണ്. 4 പണി കഴിഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്വന്തമായിട്ട് പണിതവർ, ചെറിയ മുറിപ്പണി അറിയാവുന്നവർ എല്ലാവരും പണി കഴിഞ്ഞ് കൊണ്ടുവന്ന. ഇതെല്ലാം താങ്ങാൻ ഞാൻ ഒറ്റ ഒരുത്ത്. എൻ്റെ പൊന്നുമക്കളെ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചേക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു. ബാ. 4:30 4:26 സമയം. ഉച്ചയ്ക്ക് 1 മണിക്ക് കൊണ്ടുവന്ന സെറ്റാണ്. 2, 3, 4 ശരിക്കും മര്യാദയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഇത്രേ ഉള്ളൂ നന്നാക്കെന്ന് പറഞ്ഞാൽ അറിയാവുന്നവനെ സംബന്ധിച്ച്. പക്ഷെ ഇങ്ങനെ കൊണ്ടുവരികയില്ല, അവിടെയാണ് കുഴപ്പം. ഇന്നിപ്പം 4 സെറ്റ് വന്നിട്ടുണ്ട്. 2 ഹോം തിയേറ്റർ, 2 TV. ഇത് കൂടാതെയാണേ അത് 4 പണി കഴിഞ്ഞതാണ്. 4 പണി കഴിഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്വന്തമായിട്ട് പണിതവർ, ചെറിയ മുറിപ്പണി അറിയാവുന്നവർ എല്ലാവരും പണി കഴിഞ്ഞ് കൊണ്ടുവന്ന. ഇതെല്ലാം താങ്ങാൻ ഞാൻ ഒറ്റ ഒരുത്ത്. എൻ്റെ പൊന്നുമക്കളെ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചേക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു. ബാ. പണി കഴിഞ്ഞാൽ 2 സെറ്റും താഴോട്ട് ഇറക്കുകയാണ്. ഇത് 2 ലാപ്ടോപ്പാണ്. കണ്ട ബ്ലൂറേ പോലെ ഇരിക്കുന്ന ലാപ്ടോപ്പ്. 2 ലാപ്ടോപ്പുമായിട്ട് ഞാൻ പോവാം. 2 സെറ്റ് ഓക്കെയാണ്. 2ൻ്റെ റിമോട്ടും ഉണ്ട്, സെറ്റും എല്ലാം കയ്യിലുണ്ട്. ബാ.